ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റിൽ എന്ന മുദ്രാവാക്യവുമായി ചലോ LOC സംഘം ഉധംപൂരിലെത്തി. ആർ രാമാനന്ദും സംഘവും തത്സമയം ചേരുകയാണ്. ശ്രീ രാമാനന്ദ്, അങ്ങനെ ആദിശങ്കരന്റെ ജന്മസ്ഥലത്ത് നിന്നും തുടങ്ങി കശ്മീരിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉധംപൂരിലാണ് ഇപ്പോൾ താങ്കളും സംഘവും ഉള്ളത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു അനുഭവം? നമസ്കാരം. ഞങ്ങൾ ഇന്ന് രാവിലെ പത്താൻകോട്ടിലായിരുന്നു. പത്താൻകോട്ടിൽ നിന്ന് നേരെ ജമ്മുവിലെത്തി. അസഹ്യമായ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിക്ക് മേലെയാണ് ചൂട്. ഒരു മനുഷ്യ ശരീരം താങ്ങുന്നതിലും കൂടുതൽ ചൂട് അനുഭവിച്ചുകൊണ്ടാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് അതിനെയൊക്കെ മറന്നു പോകുന്ന തരത്തിൽ ഉധംപൂരിലെ ആർമി ക്യാമ്പിൽ വെച്ച് നമുക്ക് വലിയൊരു സ്വീകരണം നൽകി. ആർമി വണ്ടി നമുക്കൊരു കോൺവോയ് ആയിട്ട് ഒരു എസ്കോർട്ടൊക്കെ വന്നു. അങ്ങനെ ഒരു വലിയ ഒരു ഒരുക്കങ്ങളൊക്കെ നടത്തി ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് അയച്ചു. അപ്പൊ ഞങ്ങളിപ്പം ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ ഇടയിൽ വെച്ച് ഒരു ചായക്കടയിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമാണ് സംഘാംഗങ്ങൾക്കെല്ലാം. ആ കാഴ്ചയിൽ തന്നെ അതെല്ലാം കാണാനാകുന്നുണ്ട്. അവരെ കൂടി ഈ കൂടിക്കാഴ്ചയിലേക്ക് ഒന്ന് വരുത്താമോ ശ്രീ രാമാനന്ദ്? തീർച്ചയായും. നമ്മുടെ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം സംസാരിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കാം നമുക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ. നമസ്കാരം. നമ്മള് കാലടിയിൽ തുടങ്ങി കാശ്മീരിലേക്ക് നമ്മൾ തുടങ്ങി വെച്ച ചലോ LOC ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റ്സ് അഗൈൻസ്റ്റ് ബുള്ളറ്റ്സ് എന്ന കൺസെപ്റ്റോട് കൂടി നമ്മൾ ജനാധിപത്യപരമായുള്ള പ്രതികരണം എന്ന രീതിയിൽ തുടങ്ങി വെച്ച യുവത്വങ്ങളുടെ പ്രതികരണം ആണ് നമ്മൾ ഇന്ന് 10ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്നത്. നമുക്ക് തുടക്കം മുതൽ ഇന്ന് വരെ എത്തിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും വളരെ ഏറെ സ്വാഗതമാണ്, സപ്പോർട്ടുമാണ് ലഭിച്ചത്. എല്ലാ ഏരിയയിലും സ്വീകരണങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ടാണ് ആൾക്കാർ നമ്മൾ സ്വീകരിച്ചത്. ഇന്ന് ആർമി ക്യാമ്പിൽ പോലും നമുക്ക് കിട്ടിയ സ്വീകരണം വളരെ പ്രചോദനം നൽകുന്നതാണ്. കൂടുതൽ പേര് നമ്മളെ ഇത്തരം ബ്രോഡ്കാസ്റ്റിംഗ് കണ്ടിട്ട് നമ്മൾ വിളിച്ച് സപ്പോർട്ടും തരുന്നുണ്ട്. ഇത് കൂടുതൽ പേരിലേക്ക് പ്രചോദനം നൽകുന്നുണ്ട്. വളരെ എല്ലാവരും ഹാപ്പിയാണ്. ഇത് വലിയൊരു അനുഭവമാണ്. വലിയൊരു മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ യുവത്വങ്ങൾക്ക് ഇത്തരം ഒരു മൂവ്മെന്റിലൂടെ കൊടുക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷമായിട്ട് എല്ലാവരും കരുതുന്നുണ്ട്. താങ്ക് യു. ശ്രീ രാമാനന്ദ്, ശാരദാ ക്ഷേത്രമാണ് ലക്ഷ്യം ആയിരുന്നുവെങ്കിലും ചില സുരക്ഷാ കാരണങ്ങളാൽ അവിടേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നാളെ ടീത്വാളിൽ ഈ യാത്ര അവസാനിക്കുകയാണ്. എങ്ങനെയാണ് നാളത്തെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ടീത്വാളിൽ തന്നെയാണ് ശാരദാ ക്ഷേത്രം. ടീത്വാളിലേക്കാണ് പെർമിഷൻ പ്രശ്നങ്ങൾ ഉള്ളത്, കാരണം അത് LOC ആയതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്ര ദൂരം വന്നല്ലേ, ശാരദാദേവിയെ കാണാൻ വേണ്ടി വന്നതല്ലേ, അപ്പം പെർമിഷൻ കിട്ടും പോകുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ വലിയ ശാരദാ ക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. ടീത്വാളിലേക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നമ്മളെ കടത്തിവിടണം, അങ്ങനെ കടത്തിവിടണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എന്തായാലും നമ്മുടെ ലക്ഷ്യം LOC വരെ നമ്മൾ ചെന്നു. നാളെ നമ്മൾ ചെല്ലും. അവിടെയുള്ള ശാരദാ ക്ഷേത്രത്തിൽ നമ്മൾ പോകും. ശാരദാ യാത്രാക്ഷേത്രം വരെ എത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. രാജ്യത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും നമ്മൾ മുതിരില്ല. പക്ഷെ നമ്മുടെ രീതിയിൽ നമുക്ക് എത്താൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും നോക്കി നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ടാവും. ശാരദാ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റിൽ എന്ന മുദ്രാവാക്യവുമായി ചലോ LOC സംഘം ഉധംപൂരിലെത്തിയിരിക്കുകയാണ്. ആർ രാമാനന്ദും സംഘവുമാണ് നമ്മോടൊപ്പം തത്സമയം അവിടെ നിന്നും ചേർന്നത്.